കാനഡയിൽ പിന്നെ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തണുപ്പിന്റെ ഒരു സമയമാണ്. നാട്ടിൽ നോക്കി ആൾക്കാരെ വിളിക്കുമ്പം ചോദിക്കും തണുപ്പൊക്കെ എന്തായി. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു -10. -10ഓ? നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അവിടെ? ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല, -25ഉം -30 ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഇന്ത്യാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപൊളി വിന്റർ സ്റ്റോം അടിച്ചു തകർത്ത് ആയിരക്കണക്കിന് കാറുകൾ തകർന്ന് തരിപ്പണമായി. ആളുകൾക്കും ലൈഫ് ത്രട്ടണിങ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസത്തെ വിന്റർ സ്റ്റോം അമേരിക്കയിൽ സൃഷ്ടിച്ചത്. ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റത്തില്ല. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കാറുകളൊക്കെ തകർന്ന് തരിപ്പണമാകുന്നത് നമുക്കറിയാം. കാനഡ എന്ന് പറയുന്നത് ഒരു സ്നോ രാജ്യം തന്നെയാണ്. ഓരോ വിന്റർ സ്റ്റോം വരുമ്പോഴും നമുക്കെല്ലാം ചങ്കിടിക്കുകയാണ്. കാര്യം പ്രത്യേകിച്ച് ആദ്യത്തെ സ്നോ എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമാണ്. പ്രത്യേകിച്ച് ഫ്രീസിങ് കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെതർ ഫോർകാസ്റ്റിന്റെ വാണിംഗ് കാണും. ചില സമയത്ത് 0 വിസിബിലിറ്റിയാണ്, നമുക്കവിടെ കാണാൻ പോലും പറ്റത്തില്ല. അതിപ്പോൾ നട്ടുച്ചയാണെങ്കിൽ പോലും എല്ലാം മൂടിക്കെട്ടി അതിൻ്റെ കൂട്ടത്തിൽ കാറ്റും കൂടെ ഉണ്ട്, നല്ല സുഖമാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അമേരിക്കയിലെ ഇന്ത്യാനയിൽ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ആ കിടപ്പ് നമ്മൾ കണ്ട സഹിക്കത്തില്ല. ഏത് നല്ല കാറ് വാങ്ങിച്ചാലും ഒരു 6 മാസമൊക്കെ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ ഒരു സമ്മർ പോലെയൊക്കെ കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത ഒരു 6 മാസം തണുപ്പും വിന്റർ സ്റ്റോമും സ്നോയും, ഇതൊക്കെയാണ് കാനഡ ലൈഫ്. എന്നാൽ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിൽ ഇപ്പം അതിനേക്കാൾ ഭയങ്കര കഷ്ടമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് അവരും കടന്നു പോകുന്നത്. ന്യൂയോർക്കും ന്യൂജേഴ്സിയും ഒക്കെ നമുക്കറിയാം എല്ലാ വർഷവും കാനഡയായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ മറ്റു പല സ്റ്റേറ്റുകളിലും, അതായത് വാഷിങ്ടൺ ആയാലും ഇപ്പം നമ്മുടെ ഇന്ത്യാനയിലും ഇപ്പം അതുപോലത്തെയുള്ള പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇനിയിപ്പം ഈ കാറുകളെല്ലാം ഇടിച്ചു. നമുക്കറിയാം മാസാമാസം നമ്മളെല്ലാവരും കാറിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. കാനഡയിലെ രീതി വെച്ച് ഒരു $300-350 ഒരു കാറിന് ശരാശരി മാസം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു 20,000 മുതൽ 25,000 രൂപ വരെ ഒരാള് കാറിന് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടുള്ള കാറുകൾ എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ കാറുകളും റൈറ്റ് ഓഫ് ചെയ്യും. ഇനി അതൊന്നും കാശിന് കൊള്ളുകത്തില്ല. ഇനിയിപ്പം അതല്ല, ചിലതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ പരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും നമ്മൾ റിപ്പയർ ചെയ്തൊക്കെ എടുത്തെന്ന് വിചാരിക്കട്ടെ, എങ്ങനെ ആയാലും ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്യും. ഇനിയും ഈ ഇൻഷുറൻസ് എല്ലാം ക്ലെയിം ചെയ്തു, ഇനിയിപ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പം അതിനും ഒരു ചെറിയ പൈസ ഇൻഷുറൻസുകാർ നമുക്ക് തരുമൊക്കെ ചെയ്യും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞാലും പുതിയ വർഷത്തിലോട്ട് ഇൻഷുറൻസ് റിന്യൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടി ഒരു നല്ല പ്രീമിയം അവർ നമ്മുടെ തോളിലോട്ട് അടിച്ചു തരും. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അധികം താമസിക്കാതെ ഉടനെ തന്നെ കാനഡയിലേക്കും ഇത് പ്രവേശിക്കാൻ പോകുന്നു. ഞങ്ങൾ റെഡിയായിരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഐ ആം സൈനോട് റെക്സി ജോയ്. ബൈ.